ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിറ്റ് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലിറ്ററേച്ചേഴ്സിൻ്റെ SCC സബ്ജക്റ്റുകളുടെ റിവിഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ VAC ഒക്കെ എഴുതിയിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഓരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഥേഴ്സിൻ്റെ പേര് വെച്ച് പഠിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ഈ സിലബസിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഓതേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള സിലബസാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓതേഴ്സിനെ വെച്ച് പഠിക്കുക. ഞാൻ ആ ഒരു റീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓതേഴ്സ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ കൊമേഴ്സിൻ്റെ പേപ്പറിൽ, ബാക്കിയുള്ള പേപ്പർ ഞാൻ കണ്ടിട്ടില്ല, അതേപോലെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. എക്സാമിൽ എന്താ പറയുക, ഓതറിൻ്റെ പേര് വെച്ചിട്ടാണ് ചാപ്റ്റർ എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ചാപ്റ്ററിൻ്റെ പേരേ കൊടുത്തിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഓതറിനെ അറിയില്ലെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ഓതേഴ്സിനെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂഥർ കിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. RN റോയ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ RN റോയ് എന്താ ചെയ്തിരിക്കുന്നത്? RN റോയ് പോർട്രേസ് MLK ആസ് എ നോൺ വയലൻറ്റ് സിവിൽ റൈറ്റ്സ് ലീഡർ, കമ്പയറിങ് ഹിം ടു ഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് മാർട്ടിൻ ലൂഥർ കിങ്ങിനെ ഒരു നോൺ വയലൻറ്റ് സിവിൽ റൈറ്റ്സ് ലീഡറായി വെച്ചുകൊണ്ട് ഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് കമ്പയർ ചെയ്യാണ് RN റോയ് ചെയ്യുന്നത്. ട്രേസസ് കിങ്സ്. അപ്പോൾ ഇതിൽ RN റോയ് എന്താ പറയുക, ആളുടെ പെർസ്പെക്റ്റീവ് അത് ആരും മനസ്സിലാക്കി വെക്കുന്നുണ്ട്. RN റോയുടെ പെർസ്പെക്റ്റീവിലാണ് ആൾ സംസാരിക്കുന്നത്. അതായത് മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ഒരു ബയോഗ്രഫിയോ ഓട്ടോബയോഗ്രഫിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ട്രേസസ് കിങ്സ് പാത്ത്, മോൺഗോമറി ബസ് ബോയ്ക്കോട്ട്, SCLC 1963 മാർച്ച് ഓൺ വാഷിങ്ടൺ, പുവർ പീപ്പിൾസ് ക്യാമ്പയിൻ. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള ക്യാമ്പയിൻസും അതേപോലെ തന്നെ പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് അത് പറയുന്നത്. ഹൈലൈറ്റ്സ് കിങ്സ് കമ്മിറ്റ്മെൻറ്റ് ടു മോറൽ ഫോഴ്സ്, പവർഫുൾ ഒറേറ്ററി, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഡെസ്പൈറ്റ് അറസ്റ്റ് ആൻഡ് വയലൻസ്. ഏതൊക്കെ തരത്തിലുള്ള അറസ്റ്റുകളും വയലൻസും ഒക്കെ ഉണ്ടായാൽ പോലും അദ്ദേഹം ആ ഒരു റേഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ആളുകൾക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം മുൻനിരയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്, അതൊക്കെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. നോട്ട്സ് കിങ്സ് ബ്രോഡർ വിഷൻ, ഒപ്പോസിറ്റ് വിയറ്റ്നാം വാർ, പുഷ്ഡ് എക്കണോമിക് ജസ്റ്റിസ്, വോണ്ട് ന്യൂക്ലിയർ വാർ. അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 1 നോബൽ പ്രൈസ്, അത് ഓർത്ത് വയ്ക്കണം. നോബൽ പ്രൈസ് അറ്റ് 35, അസാസിനേറ്റഡ് ഇൻ 1968. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതും അദ്ദേഹം മരിച്ചതും ഒക്കെ ഓർത്ത് വയ്ക്കണേ. പിന്നെന്താണ്, കിങ്സ് ഡ്രീം ഓഫ് ജഡ്ജിങ് ബൈ ക്യാരക്ടർ നോട്ട് കളർ ഇസ് അൺഫിനിഷ്ഡ് ബട്ട് സ്റ്റിൽ ഇൻസ്പയർസ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻജസ്റ്റിസ്. അപ്പോൾ റോയ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്ങിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അതായത് ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അയാളുടെ നിറം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ വർഗ്ഗം ഏതെന്ന് നോക്കിക്കൊണ്ടായിരിക്കരുത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്, മറിച്ച് അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ് എന്നതാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രീം ഇപ്പോഴും കംപ്ലീറ്റ് ആവാതെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ വർഗീയത നിലനിൽക്കുന്നു എന്നാണ് റോയ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ ഗ്രീൻ പാരറ്റ്സിൻ്റെ കേജ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പ്രഗ്നൻറ്റ് നരേറ്റർ ഇൻ ഹൈദരാബാദ് ബൈസ് 2 കേജ്ഡ് ഗ്രീൻ പാരറ്റ്സ് ഔട്ട് ഓഫ് പിറ്റി, സൺ അഡോസ് ദം. അപ്പോൾ അതിനകത്ത് നമ്മുടെ നരേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈദരാബാദിൽ വെച്ചിട്ട് അവരൊരു പാരറ്റ്സ് ഉള്ള ഒരു കേജ് കാണുകയാണ്. അപ്പോൾ ആ ഒരു കേജിനെ എന്ത് ചെയ്യാണ്, അവർ എടുക്കുകയാണ്, അവർ വാങ്ങിക്കുകയാണ്. കാരണം അവർക്ക് ഭയങ്കര പാവം തോന്നുന്നു. അപ്പോൾ അവരുടെ മകൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. പ്ലാൻസ് ടു ഫ്രീ ദം ഇൻ ആൻ ഓർച്ചാർഡ് ഡെസ്പൈറ്റ് ഹസ്ബൻഡ് സേഫ്റ്റി വാർണിങ്സ്. അപ്പോൾ ഓർച്ചാർഡിൽ തത്തകൾ പാരറ്റ്സിനെ കൊണ്ടുപോയിട്ട് ഫ്രീ ആക്കാം, തുറന്നു വിടാം. കാരണം അവർക്ക് തന്നെ കൂട്ടിലിട്ട് കിടക്കണം, ഭയങ്കര സങ്കടം തോന്നും. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് അവിടെ ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവരെന്ത് ചെയ്യുന്നില്ല, അത് കേൾക്കുന്നില്ല. ടേക്ക് സൺ ആൻഡ് കോച്ച്മാൻ അക്രോസ് ഫുലേലി റിവർ ടു ആൻ അബാൻഡൻഡ് ഗാർഡൻ. അങ്ങനെ അവർ അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഗാർഡനിലേക്ക് മകനെയും അതേപോലെ അവരുടെ ഒരു കോച്ച്മാനെയും കൂട്ടിയിട്ട് അവർ പോവുകയാണ്. അവർ റിവറൊക്കെ ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെ അവിടെ എത്തിയ ശേഷം ഓപ്പൺ കേജ്, പാരറ്റ്സ് ഹെസിറ്റേറ്റ്, ദെൻ ഫ്ലൈ അവേ ആൻഡ് ജോയിൻ വൈൽഡ് ഫ്ലോക്ക്. അപ്പോൾ ആദ്യം അവർ അവിടെ ചെന്നിട്ട് ഈ ഒരു കേജ് കൂട് തുറന്നു കൊടുക്കുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ പാരറ്റ്സ് പുറത്തിറങ്ങാൻ മടി കാണിക്കുന്നത്, കാരണം അവർക്ക് ശീലമായ കൂടിനകത്ത് കിടന്നിട്ട്. പിന്നീട് എന്ത് ചെയ്യണം, അവർ പുറത്തു പോയി ബാക്കിയുള്ള കാട്ടുപക്ഷികളിലേക്കും കൂടെ പോയിട്ട് ചേരുന്നതും കണ്ടു. നരേറ്റർ ഫീൽസ് റിലീഫ് ആൻഡ് സോറോ ലീവ്സ് എംപ്റ്റി കേജ് ബിഹൈൻഡ്. അപ്പോൾ അതിനെ തുറന്നു വിട്ട് സ്വാതന്ത്ര്യം കൊടുത്തു എന്നതിൻ്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായ ഒരു സന്തോഷവും അതേസമയം തന്നെ ഒരു ആശ്വാസം തോന്നുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ ആ ഒരു കാലിയായിട്ടുള്ള ഒരു കൂട് കൊണ്ട് തിരിച്ചു പോരുമ്പോൾ അവർക്കൊരു വിഷമവും ഉണ്ടായിരുന്നു. ഓർച്ചാർഡ് ടേൺസ് ഹോണ്ടിങ് ഇൻ ഹെർ മൈൻഡ് ഷോയിങ് ലിബറേഷൻസ് ബ്യൂട്ടി ആൻഡ് ലോസ്. അവിടെ ആ ഓർച്ചാർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ സംബന്ധിച്ച് മനസ്സിൽ ഇങ്ങനെ ഒരു അലട്ടുന്ന ഒരു രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ലിബറേഷന് ബ്യൂട്ടിയും അതേപോലെ തന്നെ ലോസും ഉണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ ആ രീതിക്കായിരിക്കും ലിബറേഷൻ്റെ ബ്യൂട്ടിയും ലോസിനെയും കുറിച്ച് ഗോപി ഗോപ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഗോപി ഗോപ എഴുതിയിട്ടുള്ളത് ഗ്രീൻ പാരറ്റ്സിൻ്റെ കേജ് എന്നുള്ളതാണ്. അതിൽ ലിബർട്ടിയും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആർക്കാണ്, ആ പാരറ്റ്സിൻ്റെ കേസാണ്. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പോൾ അവരുടെ തന്നെ ലൈഫുമായിട്ട് അതിനെ ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയെ കമ്പയർ ചെയ്യുന്നതാവാം എന്നുള്ള രീതിയിലൊക്കെ നമുക്കത്. അപ്പോൾ നമ്മൾ എന്താണ്, ഓഥറിനെ പഠിച്ചിരിക്കണേ.
തേർഡ് ചാപ്റ്റർ ഫസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് നറ്റാലിയ ഗോൾബർഗിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഗോൾബർഗ് അവരുടെ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ടും ജെൻ ഫോർ ഒത്തൻറ്റിക് വോയിസ് എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ എയിം എന്താണ്? ക്യാപ്ചർ ഫസ്റ്റ് തോട്ട്സ് ബിഫോർ സെൻസർ കിൽസ് എനർജി. നമുക്ക് മനസ്സിൽ ചിന്ത വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് വരുന്ന ചിന്ത എന്തോ അത് നമ്മൾ എഴുതണം എന്നാണ് പറയുന്നത്. പേപ്പറിലേക്ക് എഴുതി വെക്കണം. നമ്മൾ ഒന്നും കൂടെ റീതിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ അതിനെ സെൻസർ ചെയ്യും, നമ്മൾ തന്നെ അതിനെ ക്രോപ്പ് ചെയ്യും, ട്രിം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാതെ നമ്മുടെ എന്താണ് ഒറിജിനൽ പ്രൊഡക്റ്റ് ആ ഒരു എഴുത്ത് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതി വരേണ്ടത്. അപ്പോൾ അതിന് 6 റൂൾസ് അവർ പറയുന്നുണ്ട്. കീപ്പ് റൈറ്റ്, നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ നിൽക്കരുത്, ഗ്രാമർ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കരുത്. നമ്മുടെ കൺട്രോൾ നമ്മൾ തന്നെ വിട്ടുകൊടുക്കുക. കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ചിന്തിക്കാൻ നിൽക്കരുത്, അടുത്ത ലൈൻ എന്താ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് എന്തോ അത് എഴുതുക. അതേപോലെ തന്നെ എന്താണോ എഴുതുന്നത് അതിപ്പോൾ ഏത് ലെവലുള്ള സാധനമായാലും അതിലേക്ക് ഇങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങി പോവുക എന്നതാണ് അവർ പറയുന്നത്. റൈറ്റ് ത്രൂ ഇമോഷൻസ്, സ്റ്റേ പ്രസൻറ്റ്, ദാറ്റ്സ് വേർ ട്രൂത്ത് ആൻഡ് എനർജി. നമ്മൾ നമ്മുടെ ഇമോഷണൽ കൂടെയാണ് പോകേണ്ടത്, അല്ലാണ്ട് നമ്മുടെ ലോജിക്കോ എന്താണ് ട്രൂത്ത് എന്നോ അങ്ങനത്തെ സംഭവങ്ങളും ചിന്തിക്കാൻ നിൽക്കരുത്. എന്താണോ അപ്പോൾ മനസ്സിൽ വരുന്നത് അത് എഴുതുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രസൻ്റ് ആയിരിക്കാനും അവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത് എന്താണ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും ട്രൂത്തും എനർജി ഉള്ളതുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിനകത്ത്. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ചിന്ത എന്തോ അതാണ് ഏറ്റവും നല്ല ചിന്ത, അതായത് ഏറ്റവും കളങ്കമില്ലാത്തത് എന്നാണ് പറയുന്നത്. 4ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, ബ്രാൻഡൻ സാൻഡേഴ്സൺ ഓൺ റൈറ്റിംഗ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഫാൻറ്റസി. അദ്ദേഹം സയൻസ് ഫിക്ഷനും ഫാൻറ്റസിയും എഴുതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നോ സിംഗിൾ റൈറ്റ് മെത്തേഡ്, ആർക്കിടെക്ട്സ് ഔട്ട്ലൈൻ, ഗാർഡനേഴ്സ് ഡിസ്കവർ, ട്രീറ്റ് അഡ്വൈസ് ആസ് ടൂൾസ് ടു ടെസ്റ്റ്. അപ്പോൾ ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി എഴുതണമെങ്കിൽ അതിനൊരു മെത്തേഡൊന്നുമില്ല, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന മെത്തേഡൊന്നുമില്ല. ഈ മെത്തേഡിന് എഴുതാൻ പാടും എന്നൊന്നും. ഒന്നെങ്കിൽ പ്രീ പ്ലാൻ ചെയ്ത് ആർക്കിടെക്ട്സിനെ പോലെ നമുക്ക് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ കണ്ടതിൽ നിന്ന് നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ട് പുതുക്കിക്കൊണ്ട് ഗാർഡനേഴ്സിനെ പോലെ ആവാമെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതിനൊരു മെത്തേഡ് ഉണ്ട് ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇൻറ്റൻസിറ്റി, മാച്ച് ഹാബിറ്റ്സ് ടു യുവർ ലൈഫ്, 4 hours per week can finish a novel in a year. ഡെയിലി നമ്മൾ ഒരു 5 മണിക്കൂർ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ മേ ബി ജോലിക്ക് പോകുന്നവരാവും, അത് പോയി വീട്ടിൽ വരുന്ന വളരെ കുറച്ച് സമയത്തിൽ ആ സമയം മുറി അടച്ചിരുന്ന് എഴുതണമെന്നൊന്നും ആൾ പറയുന്നില്ല. മറിച്ച് ആളെന്താ പറയുന്നത്, അതായത് ഒരാഴ്ചയിൽ 4 മണിക്കൂർ മാത്രം, ഒരു വീക്കിൽ 4 മണിക്കൂർ മാത്രം എഴുതിയാൽ പോലും നിങ്ങൾക്കൊരു വർഷം കൊണ്ട് ഒരു നോവൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. കൺട്രോൾ വാട്ട് യു ക്യാൻ, ഫിനിഷിംഗ് ബുക്സ് ആൻഡ് സ്റ്റേയിങ് പ്രൊഡക്റ്റീവ് മാറ്റർ മോർ ദാൻ ചേസിങ് ടൈം. അപ്പം ചേസിങ് ഫെയിം. അപ്പോൾ നിങ്ങളൊരു പുസ്തകം വരുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതായത് എപ്പോൾ എഴുതി തീർക്കാം, എത്ര എഴുതാം, എന്തെഴുതാം എന്നൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മുടെ കൺട്രോളിൽ പുറത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്താൽ ആളുകൾ വാങ്ങിക്കുമോ, അല്ലെങ്കിൽ ആളുകൾ വാങ്ങിച്ചാൽ എന്തായിരിക്കും റെസ്പോൺസ്, എത്ര കോപ്പികൾ പോകും, അങ്ങനത്തെ രീതി അതൊക്കെ നമ്മുടെ കൺട്രോളിൻ്റെ പുറത്താണ്. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ടൈം കൊടുക്കുക. പ്രൊട്ടക്ട് ബൗണ്ടറീസ്, സെറ്റ് റൈറ്റിംഗ് അവേഴ്സ് ടു അവോയ്ഡ് ബേൺ ഔട്ട് ആൻഡ് കീപ് ഫാമിലി ലൈഫ് ഇൻടാക്ട്, ഫ്ലോ ഇസ് ഈസിലി ബ്രോക്കൺ. അപ്പം നമ്മളെപ്പോഴും എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കണം. എഴുത്തായാലും എന്തായാലും അതിനെല്ലാം ഒരു അതിർവരമ്പ് വെച്ചിട്ട് വേണം ജീവിക്കാൻ. നമ്മുടെ ജീവിതവും നമ്മുടെ ഒരു പ്രൊഫഷനും നമ്മൾ മിക്സ് ആയി പോകരുത്. അതായത് ഈ എഴുതാൻ വേണ്ടി മുഴുകിയിരുന്ന് നമ്മുടെ ഫാമിലി ലൈഫിൽ കൊടുക്കേണ്ടുന്ന ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയൊന്നും വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഫ്ലോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറയണം. Use writing groups for deadlines and descriptive feedback. Say how the story felt, not how to rewrite it. Also note what works. നമ്മളെപ്പോഴും ഒരു റൈറ്റിംഗ് ഗ്രൂപ്പ് പോലത്തെ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മുടെ ഫീഡ്ബാക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്സ് കാണിച്ചു കൊടുക്കുക. അവരോട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. അല്ലാതെ ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യണമെന്ന് അവരുടെ അഭിപ്രായം നമുക്ക് ആവശ്യമില്ല. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് മാത്രം ചോദിക്കുക. ആ ഒപ്പീനിയൻ സ്വീകരിക്കുക. അല്ലാതെ അതെങ്ങനെ തിരുത്തി എഴുതണമെന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എഴുതാനായിട്ട് നിൽക്കരുത്. പിന്നെന്താ, റൈറ്റിംഗ് ഈസ് വർത്ത് വൈൽ ഈവൻ വിത്തൗട്ട് ഗോയിങ് പ്രോ, ലൈക്ക് പ്ലേയിങ് സ്പോർട്സ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വളരെ വർത്ത് വൈലായിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഭയങ്കര പ്രോ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഭയങ്കര അടിപൊളി എഴുത്തുകാരിയാണ് അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു സ്പോർട്സിൽ നമ്മളൊരു ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, അത് നമ്മളതിൽ പ്രോ ആയതിനെ കൊണ്ട് നമുക്ക് ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡിന് റിലാക്സേഷൻ കിട്ടും, അപ്പം നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ അല്ലേ. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ട്, നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കണം ഈ എഴുതാനും നിൽക്കുന്നത്. അല്ലാണ്ട് ഞാൻ പ്രൊഫഷണൽ എഴുത്തുകാരിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല.
അടുത്ത ചാപ്റ്റർ ജൂറി ഓഫ് ഹെർ പിയേഴ്സ് എന്ന് പറയുന്നത് സൂസൻ ഗ്ലാസ്പെലിൻ്റെ ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞിട്ടാണ് ട്രൈഫിൾസ് എന്ന വൺ ആക്ട് പ്ലേയുടെ എന്താ പറയുക സ്റ്റോറി വേർഷനാണിത്. ഇതിലെ ക്യാരക്ടേഴ്സ് പഠിച്ചു വെക്കണേ, അങ്ങോട്ട് കൂടെ മാറിപ്പോകരുത്. ക്യാരക്ടേഴ്സിൻ്റെ പേര് വെച്ചിട്ടാണ് ഇതെന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതേപോലെ തന്നെ ഓഥറിൻ്റെ പേര്, ഒത്തിരി ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അതിന് സാധ്യതയുണ്ട്. Martha Hale and Mrs. Peters go with the men to the Wright farm after John Wright is found hanged. Minnie Wright is jailed as suspect. അപ്പോൾ മാർത്ത ഹെയിലും മിസ്സസ് പീറ്റേഴ്സും കൂടി അവിടേക്ക് പോവുകയാണ്. ആ ഒരു എന്താ പറയുക അന്വേഷിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂടെ പോയിട്ട് റൈറ്റിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്, ജോൺ റൈറ്റ് അവിടെ തൂങ്ങി എന്താ പറയുക ആളവിടെ മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ മിന്നി റൈറ്റ് അതിനോട് എന്താ പറയുക സസ്പെക്ട് ചെയ്തിട്ട് ആളെ തന്നെ സംശയത്തോട് കൂടിയിട്ട് വൈഫായിട്ടുള്ള മിന്നി റൈറ്റിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെൻ സെർച്ച് അപ്സ്റ്റേഴ്സ് ഫോർ എവിഡൻസ് വൈൽ ദ വിമൻ സ്റ്റേ ഇൻ ദ കിച്ചൺ ടു കളക്ട് തിങ്സ് ഫോർ മിന്നി. അപ്പോൾ എന്താണ്, പുരുഷന്മാരും മുകളിൽ പോയിട്ട് തെളിവുകൾ ശേഖരിക്കാൻ പോയപ്പോൾ സ്ത്രീകൾ അവിടെ അടുക്കളയിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, മിന്നിക്ക് വേണ്ട എന്താ പറയുക ജയിലിലേക്ക് കൊണ്ട് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമൻ ഫൈൻഡ് എ ബ്രോക്കൺ ബേർഡ് കേജ് ആൻഡ് എ ഡെഡ് കാനറി വിത്ത് ഇറ്റ്സ് നെക്ക് റാപ്ഡ് ഇൻ സിൽക്ക്. അപ്പോഴാണ് നമ്മുടെ തെളിവ് കാണുന്നത് അല്ലേ, ഒരു പൊട്ടിയ ഒരു ബേർഡ് കേജും അതിനകത്ത് കഴുത്ത് ഒടിഞ്ഞ് മരിച്ചിട്ടുള്ള ഒരു കാനറി പക്ഷീനെയും അതേപോലെ തന്നെ ഒരു സിൽക്ക് തുണിയും ഒക്കെ കാണുകയാണ് അല്ലേ. ദ റിയലൈസ് മിന്നി വാസ് ഐസൊലേറ്റഡ് ആൻഡ് സൈലൻസ്ഡ് ബൈ ജോൺ ആൻഡ് ദ ബേർഡ്സ് ഡെത്ത് പുഷ്ഡ് ഹെർ ടു കിൽ ഹിം. അപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്യണം, അതായത് ഇവിടെ എന്താണ് കൊന്നിരിക്കുന്നത് മിന്നിയാണ്. കാരണം അവളുടെ സ്വാതന്ത്ര്യവും അവളുടെ ശബ്ദവും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ അവസാനം അവൾക്ക് ഇഷ്ടപ്പെട്ട പക്ഷീനെയും കൂടെ കൊന്നു കഴിഞ്ഞപ്പോൾ അവസാനം അവൾ എന്ത് ചെയ്തതാണ്, അയാളെ തന്നെ തിരിച്ചു കൊന്നതാണെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. പക്ഷെ അവരുടെ ഈ സ്ത്രീകൾ പറയുന്ന ഐഡിയാസ് ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യാതെ ഇതിനെക്കുറിച്ചല്ല മറ്റു പല കാര്യങ്ങളും പറയുന്ന സമയത്തൊക്കെയും ഇവർ കളിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പുരുഷന്മാർ. അണ്ടർസ്റ്റാൻഡിങ് ഹർ സഫറിങ് ദേ ഹൈഡ് ദ ബേർഡ് ടു പ്രൊട്ടക്ട് മിന്നി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, അപ്പോൾ അവളുടെ കഷ്ടപ്പാട് ഓർത്തപ്പോൾ മിന്നിയുടെ കഷ്ടപ്പാട് ഓർത്തപ്പോൾ ഈ സ്ത്രീകൾ എന്ത് ചെയ്യണം, അവർ ആ ഒരു തെളിവായിട്ടുള്ള പക്ഷീനെ അവർ ഒളിപ്പിക്കുകയാണ്. Men miss the clues. Story ends with the women's silent solidarity showing gaps in legal justice. അപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യാണ്, അവർ ആ ഒരു എന്താ പറയുക ക്ലൂസ് ഒന്നും ആ പുരുഷന്മാർ ശ്രദ്ധിക്കുന്നില്ല. അതേപോലെ തന്നെ എന്താണ് ആ ഒരു സ്ത്രീകളുടെ ആ ഒരു സൈലന്റ് സോളിഡാരിറ്റി, അവർ ഐക്യത്തോടു കൂടി നിന്ന് മറ്റൊരു സംരക്ഷിക്കാൻ നോക്കുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊന്ന് സ്ഥിരം നമ്മൾ എക്സാമിന് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്താ പറയുക ലീഗലി നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്ത് തെറ്റാണ്, ഈ സ്ത്രീകൾ ചെയ്ത് തെറ്റാണ്. കാരണം ഒരു കുറ്റം ചെയ്തത് എന്ത് കാരണം കൊണ്ടായാലും ഒരാൾ മറ്റൊരാളെ കൊന്നു എന്ന് പറയുന്നത് കുറ്റം തന്നെയാണ്. അപ്പോൾ ആ ഒരു കുറ്റത്തിന് ഉണ്ടായിരുന്ന തെളിവ് ഇവർ നശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നിയമസംഹിതയെ വെല്ലുവിളിക്കുന്ന രീതിയാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഈ സ്ത്രീകളുടെ ആക്ഷൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിക്ക് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മുന്നത് ട്രൈഫിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ചോദിച്ചാൽ ഒരു ഉത്തരം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കേട്ടോ. പ്രാവശ്യം അങ്ങനെ വരും എന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. അടുത്ത ഹാരിസൺ ബർഗറൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്, കേർട്ട് വോൺഗട്ടിൻ്റെയാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 2081 നടക്കുന്ന ഒരു സംഭവമാണ്, നടക്കാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. ഗവൺമെൻറ് ഫോഴ്സസ് ഈക്വാളിറ്റി വിത്ത് ഹാൻഡിക്യാപ്സ് ദാറ്റ് ബ്ലോക്ക് ഇൻ്റലിജൻസ് സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, എല്ലാവരെയും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നല്ല കഴിവുകളുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ പോലും ഹാൻഡിക്യാപ്ഡ് ആക്കാൻ വേണ്ടി, അവരുടെ ഇൻ്റലിജൻസ് നശിപ്പിക്കാൻ വേണ്ടി, അവരുടെ സ്ട്രെങ്ത് ഇല്ലാണ്ടാക്കാൻ, അവരുടെ ബ്യൂട്ടി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ജോർജ് ആൻഡ് ഹേസൽ ബർഗൻ വാച്ച് TV. ജോർജ് റേഡിയോ ഹാൻഡിക്യാപ്പ് ഡിസ്റ്റർബ്സ് ഹിസ് തോട്ട്സ് എവറി 20 seconds. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് TV കാണുന്നുണ്ട്. ജോർജിൻ്റെ ആ ഒരു റേഡിയോ ഹാൻഡിക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശ്രദ്ധ തെറ്റും. എന്തിനാണോ നമ്മൾ അത് ചിന്തിച്ചിരുന്ന ആ ഒരു ചിന്ത മാറാൻ പറ്റുന്നൊരു സംഭവമാണ്. Their 14-year-old son Harrison, a jailed genius and athlete, escapes prison. അപ്പോൾ അവരുടെ 14 വയസ്സുള്ള മകൻ ഹാരിസൺ ആണ് നമ്മുടെ ഹീറോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിന് ഹാരിസൺ ബർഗറൻ എന്നാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ ജയിലിൽ ചാടിയിട്ടുണ്ട്, ആളൊരു അത്ലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ ജയിലിൽ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നത്, പക്ഷേ ആൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഹാരിസൺ സ്റ്റോംസ് എ TV studio, calls himself emperor, reps offers handicaps, frees a ballerina. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ TV സ്റ്റുഡിയോയിലേക്ക് ഇയാൾ ഓടി കയറുകയും ആൾ സ്വയം അയാളൊരു എംപററാണ് എന്ന് പറയുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മേലുള്ള ഹാൻഡിക്യാപ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഊരി എറിഞ്ഞിട്ടൊരു ബാലറീനെ അവിടെ ഫ്രീ ആക്കും കൂടെ ചെയ്യാണ്. ദ ഡാൻസ് അൺറെസ്ട്രെയിൻഡ് അൻറ്റിൽ ഡയാന മൂൺ ഗ്ലാംപേഴ്സ് ദ ഹാൻഡിക്യാപ്പർ ജനറൽ ഷൂട്ട്സ് ദം ഡെഡ്. എന്നിട്ട് അവർ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് ഒരു ഡാൻസ് ചെയ്യണം. അവരുടെ ആ ഒരു പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധമാണ്, അവരുടെ ഫ്രീഡം എന്താ പറയുക പിടിച്ചു വെച്ചിരിക്കുന്നതിനെതിരെയുള്ളവരുടെ പ്രതിഷേധമാണ് അവിടെ കാണുന്നത്.
അപ്പോൾ അവിടേക്ക് എന്ത് വരുന്നത്, ഡിയാന മൂൺ ഗ്ലാംപേഴ്സ് എന്ന് പറയുന്ന ഈ ഹാൻഡിക്യാപ്ഡ് ആക്കുന്ന ആളുകളുടെ ഹെഡ്, അവരുടെ ജനറൽ വന്നിട്ട് എന്ത് ചെയ്യാൻ ഇവരെന്നെ ഷൂട്ട് ചെയ്യാണെന്നാണ് പറയണം. ടി വി കട്ട്സ് ഔട്ട്, ഹേസൽ ജോർജ് തോട്ട്സ് റീസെറ്റ് ആൻഡ് ദേ റിട്ടേൺ ടു മുണ്ടേല. അപ്പോൾ ഇവരുടെ കൺമുന്നിൽ വെച്ച് ടി വിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരുടെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതുപോലും ഇവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല, കാരണം അതിനുള്ള എക്യുപ്മെൻറ്റ്സ് അവരുടെ ബ്രെയിനിൽ അവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ കാര്യം മറക്കുന്നു, വീണ്ടും അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യണം. ഏഴാമത്തെ ചാപ്റ്റർ ലെറ്റർ ഫ്രം ബർമിംഗ്ഹാം ജയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇത് പിന്നെ മാർട്ടിൻ ലൂതർ കിങ് എഴുതിയിട്ടുള്ള ചാപ്റ്റർ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ലെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടോ, ഒക്കെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചതാണ്. ജയിൽഡ് ഇൻ ബർമിംഗ്ഹാം April 1963 ഫോർ പീസ്ഫുൾ ആൻറ്റി സെഗ്രിഗേഷൻ മാർച്ചസ്. അപ്പോൾ അദ്ദേഹം വളരെ പീസ്ഫുള്ളായിട്ട് ആ ഒരു ആൻറ്റി സെഗ്രിഗേഷന് ഉള്ള രീതിക്കുള്ള ഒരു മാർച്ചസ് നടത്തിയ സമയത്ത് April 1963 അദ്ദേഹം ജയിലിലാക്കപ്പെട്ടതാണ്. യാതൊരു തരത്തിലുള്ള എന്താ പറയുക പീസ്ഫുൾ അല്ലാത്ത തരത്തിൽ യാതൊരു അക്രമങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആളെന്നെ ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. റിപ്ലേസ് ടു പാസ്റ്റേഴ്സ് ഹൂ സെഡ് ഹി ഷുഡ് വെയിറ്റ് ആൻഡ് സ്റ്റേ ഔട്ട് ഓഫ് ടൗൺ. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ആ ഒരു സമയത്ത് ഇദ്ദേഹം ജയിലിലായ സമയത്ത് പാസ്റ്റേഴ്സ് പറയണ്ടായിരുന്നു ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിക്ക് ഒരു കമൻ്റൊക്കെ വന്നപ്പോൾ അവർക്കുള്ള റിപ്ലൈ ആയിട്ടാണ് അത് പഠിച്ചു വെക്കുക കേട്ടോ, എന്തിനാണ് ഇദ്ദേഹം ഈ ഒരു കത്ത് എഴുതുന്നത് എന്നുള്ളത്. അപ്പോൾ പാസ്റ്റേഴ്സിനുള്ള റിപ്ലൈ ആയിട്ടാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. സെയ്സ് ഇൻജസ്റ്റിസ് എനി വേർ ത്രെട്ടൻസ് ജസ്റ്റിസ് എവറി വേർ, ഫോളോഡ് സ്റ്റെപ്സ് ഓഫ് ഫാക്ട് ഫൈൻഡിങ്, നെഗോഷിയേഷൻ, ട്രെയിനിങ്, ദെൻ പ്രൊട്ടസ്റ്റ്. അപ്പം എന്താണ് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ അനീതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തുമുള്ള നീതിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയണം. മാത്രമല്ല അദ്ദേഹം സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് എന്താണ് ഫാക്ട് ഫൈൻഡിങ്, എന്താണ് സത്യം എന്നുള്ളത് കണ്ടുപിടിക്കുകയും പിന്നെ അതിനെ നെഗോഷിയേറ്റ് ചെയ്യുകയും പിന്നെ അതിനുള്ള ട്രെയിനിങ് എടുത്ത് പിന്നീടാണ് അവർ വളരെ പീസ്ഫുൾ ആയ രീതിയിൽ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വെയിറ്റ് മീൻസ് നെവർ ഫോർ ബ്ലാക്ക് പീപ്പിൾ, ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റിൻ്റെ അർത്ഥം നെവർ, ഒരിക്കലും കിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താ ജസ്റ്റിസ് ഡിലേ ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റിസ് ഡിനൈ ചെയ്തു എന്ന് തന്നെയാണ്. must disobey unjust segregation laws because they harm and exclude voters. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അൺജസ്റ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സെഗ്രിഗേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളെ നമ്മൾ അനുസരിക്കാതിരിക്കണം, നമ്മൾ ഡിസൊബേ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് സംഭവിക്കുകയുള്ളൂ. കാരണം എന്താണ്, അവിടെ ഹാമും മറ്റുള്ളവർക്ക് അത് ഭയങ്കര ദോഷമായിട്ട് മാറുകയും വോട്ടേഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാനും ഒക്കെ അത് കാരണമാകുന്നുണ്ട്. മോസ്റ്റ് ഹേർട്ട് ബൈ വൈറ്റ് മോഡറേറ്റ്സ് ഹൂ പ്രിഫർ ഓർഡർ ഓവർ ജസ്റ്റിസ്. അതിൽ ഭൂരിഭാഗം ആളുകളും എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, ഹേർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് വൈറ്റ് മോഡറേറ്റ്സിനാൽ ഹേർട്ട് ചെയ്യപ്പെടുന്നവരാണ്. അതേപോലെ തന്നെ അവരെന്താണ് ഓർഡർ, ജസ്റ്റിസിനേക്കാൾ മേലെ എന്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, ഓർഡറിനാണ്. അപ്പോൾ എന്താണ് ഈ വൈറ്റ് മോഡറേറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൾസ് ഹിംസെൽഫ് ആൻ എക്സ്ട്രീമിസ്റ്റ് ഫോർ ലവ്, ചർച്ച് ഷുഡ് ലീഡ് മോറലി നോട്ട് സ്റ്റേ സൈലന്റ്. അദ്ദേഹം പറയുന്നത് എന്താണ്, അതായത് അദ്ദേഹം സ്വയം ഒരു എക്സ്ട്രീമിസ്റ്റ് ഫോർ ലവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതേപോലെ ചർച്ച എപ്പോഴും എന്താണ് വേണ്ടത്, മോറലി ലീഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയല്ല. ഹോണേഴ്സ് നോൺ വയലൻറ്റ് പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ക്ലോസസ് വിത്ത് ഹോപ്പ് ഫോർ ബ്രദർഹുഡ്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നോൺ വയലൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റേഴ്സിന് എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഹോണർ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ക്ലോസസ് വിത്ത് ഹോപ്പ് ഫോർ ബ്രദർഹുഡ്, സാഹോദര്യത്തിനുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ലെറ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ ദ മാൻ വിത്ത് ദ ഹോ എന്ന് പറയുന്ന എഡ്വിൻ മാർഖമിൻ്റെ പോമാണ്. ഇൻസ്പയർഡ് ബൈ മില്ലറ്റ്സ് പെയിൻറ്റിംഗ് ഓഫ് എ ബോർഡ് പെസൻറ്റ്, മാർഖം മേക്സ് ഹിം എ സിംബൽ ഓഫ് ഒപ്രസ്ഡ് വർക്കേഴ്സ്. അപ്പോൾ മില്ലറ്റ്സിൻ്റെ ഒരു പെയിൻറ്റിങ്, ബോർഡ് പെസൻറ്റ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബോർഡ് പെസൻറ്റ് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്, ഒപ്രസ്ഡ് ആയിട്ടുള്ള എല്ലാ വർക്കേഴ്സിനെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. asks who crushed his mind and hope, leaving him stolid and ox-like. അപ്പോൾ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനസ്സും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞത്, ആരാണ് ഇദ്ദേഹത്തിനെ ഒരു കല്ല് പോലെയുള്ള ഒരു ഓക്സ്-ലൈക്ക് ആയ ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഗോഡ്സ് ഇമേജ് ഓഫ് മാൻ with this soul-quencher figure cut off from stars, beauty and dreams. അപ്പോൾ എന്താണ്, ദൈവത്തിൻ്റെ ഒരു ഇമേജിൽ നിന്ന്, ദൈവത്തിൻ്റെ മനുഷ്യനെ കുറിച്ചുള്ള ഒരു ഇമേജിൽ നിന്നും ഇത്തരത്തിൽ യാതൊന്നുമായിട്ടും ഒരു ബന്ധവും ഇല്ലാത്ത വളരെ മോശം ഫിഗറിലിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് നമുക്ക് അവിടെ കാണാം. ബ്ലെയിംസ് ദ വേൾഡ്സ് ഗ്രീഡ് ആൻഡ് മാസ്റ്റേഴ്സ് ലോർഡ്സ് ആൻഡ് റൂളേഴ്സ് ഫോർ ബിട്രേയിങ് ആൻഡ് എക്സ്പ്ലോയിറ്റിംഗ് ഹിം. ഈ ലോകത്തിൻ്റെ ആ ഒരു ആർത്തിയോട് അല്ലെങ്കിൽ ഗ്രീഡിനോട്, അതേപോലെ തന്നെ ഉയർന്ന ആളുകൾ മാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെല്ലാം അദ്ദേഹം അവിടെ കുറ്റപ്പെടുത്തുകയാണ്.
warns that his silence is a prophecy, rebellion will come and rulers must answer to God. അപ്പം എന്താ വോൺ ചെയ്യുന്നത്? നിങ്ങളുടെ സൈലൻസ് എന്ന് പറയുന്നത് ഒരു പ്രൊഫസിയാണ്. അതേപോലെ തന്നെ റെബല്യൻ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റൂളേഴ്സ് തീർച്ചയായിട്ടും അതേ ദൈവത്തിനോട് മറുപടി പറയേണ്ടതായിട്ട് വരും. അടുത്ത ചാപ്റ്റർ ഏരിയൽ എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്തിൻ്റെ ചാപ്റ്ററാണ്. പ്രീ ഡോൺ റൈഡ് ഓൺ എ ഹോഴ്സ് നെയ്മഡ് ഏരിയൽ. ഏരിയൽ എന്ന് പേരുള്ള ഹോഴ്സിൻ്റെ മേലെയുള്ള ഒരു യാത്രയാണ് പറയുന്നത്, ഒരു ഡോൺ ആവുന്നതിന് മുന്നേ. ഡാർക്ക്നെസ് ടേൺസ് ഇൻ ടു ഹൈ സ്പീഡ് മൂവ്മെൻറ്റ്. ആ ഒരു ഡാർക്ക്നെസ് ഒരു ഹൈ സ്പീഡ് മൂവ്മെൻ്റ് ആയിട്ട് മാറുന്നു. റൈഡർ ആൻഡ് ഹോഴ്സ് മേർജ് ഇൻ ടു വൺ ഫോഴ്സ്. സ്പീക്കർ ഷെഡ്സ് പാസ്റ്റ് ട്രോമ ആൻഡ് മദർഹുഡ്. അങ്ങനെ റൈഡറും ഹോഴ്സും ഒന്ന് ചേർന്ന് ഒരൊറ്റ ഫോഴ്സ് ആയിട്ട് മാറുന്നു. സ്പീക്കർക്ക് അവർക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള അവരുടെ പാസ്റ്റ് ട്രോമകളിലേക്ക് അവർ തിരിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്, അവരുടെ മദർഹുഡിനെ കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്. റൈഡർ ബിക്കംസ് ആൻ ആരോ ഫ്ലൈയിങ് ഇൻ ടു ദ സൺ. ആ റൈഡർ സ്വയം ഒരു സണ്ണിലേക്ക് നീങ്ങി പോകുന്നത്, അല്ലെങ്കിൽ സണ്ണിലേക്ക് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോ ആയിട്ട് മാറുന്ന പോലെ തോന്നുകയാണ്. മെറ്റഫർ ഫോർ ലിബറേഷൻ ത്രൂ സെൽഫ് ഡിസ്ട്രക്ഷൻ. സ്വയം നശിച്ചാൽ പോലും ആ ഒരു എന്താ പറയുക, ലിബറേറ്റഡ് ആവാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു മെറ്റഫറാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. 10ാമത്തെ ചാപ്റ്റർ ബുള്ളറ്റ് ഇൻ ദ ബ്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആൻഡേഴ്സ് എ സിനിക്കൽ ബുക്ക് ക്രിറ്റിക് സ്റ്റാൻഡ്സ് ഇൻ എ ബാങ്ക് ലൈൻ ആൻഡ് മോക്സ് ടു ആംഡ് റോബേഴ്സ്. അപ്പോൾ ആൻഡേഴ്സ് എന്താണ്, ഒരു സിനിക്കൽ ബുക്ക് ക്രിറ്റിക് ആണ്. അപ്പോൾ അയാളെ ബാങ്കിൽ നിൽക്കുന്ന സമയത്ത് അവിടെ എന്താ പറയുക, റോബേഴ്സ് ആയിട്ടുള്ള ആളുകൾ 2 പേര് അവിടെ വരികയാണ്. അപ്പോൾ അവരെയാണ് ഇയാൾ ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. അനോയ്ഡ് ബൈ ആൻഡേഴ്സ് സർക്കാസം വൺ റോബർ ഷൂട്ട്സ് ഹിം ഇൻ ദ ഹെഡ്. അപ്പോൾ ഇതിൽ ഭയങ്കര നാണക്കേട് വന്നിട്ട് ഈ ഒരു റോബർ എന്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ ഇയാളെ ഷൂട്ട് ചെയ്യാണ്. ആസ് എ ബുള്ളറ്റ് മൂവ്സ് ത്രൂ ഹിസ് ബ്രെയിൻ ആൻഡേഴ്സ് മെമ്മറീസ് ഫ്ലാഷ് ഇൻ ഫ്രാഗ്മെന്റ്സ്. ആ ഒരു ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആൻഡേഴ്സിന് എന്ത് ചെയ്യണം, പലതരത്തിലുള്ള മെമ്മറീസ് മുന്നേ സംഭവിച്ച അയാൾക്ക് മനസ്സിൽ വരികയാണ്. ഹി ലാൻഡ്സ് ഓൺ എ ചൈൽഡ്ഹുഡ് ബേസ്ബോൾ ഗെയിം വെർ എ ബോയ് സെഡ് ദേ ഈസ് ആൻഡ് ഇറ്റ് മെയ്ഡ് ഹിം ജെനുവിൻലി ലോഫ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് അദ്ദേഹം കളിക്കുന്ന സമയത്ത്, ബേസ്ബോൾ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന ദേ ഈസ് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ ആ ഒരു കാര്യം ആലോചിച്ച് അദ്ദേഹം ചിരിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു മൊമെന്റിൽ ഓർമ്മ വന്നത്. ദ സിമ്പിൾ ജോയ്ഫുൾ മെമ്മറി കോൺട്രാസ്റ്റ് ഇസ് അഡൾട്ട് ലൈഫ് ഓഫ് കോസ്റ്റിക് റിവ്യൂസ് ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത്, കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ജോയ്ഫുൾ ആയിട്ടുള്ള, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടമാണ്. ദ സ്റ്റോറി ഷോസ് ഹൗ സ്മോൾ ഓവർലുക്ക്ഡ് മൊമെന്റ്സ് ക്യാരി ദ മോസ്റ്റ് മീനിങ്. നമ്മൾ പറയില്ലേ, മരിക്കുന്ന ഒരു ലാസ്റ്റത്തെ വളരെ കുറച്ച് സമയം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ ഓർക്കുന്ന പോലെ, പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇത്രയും ചെറിയൊരു ഓർമ്മയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആൻഡേഴ്സ് ഡെത്ത് റിവീൽസ് എ ലൈഫ് ഓഫ് മിസ്ഡ് കണക്ഷൻ ആൻഡ് അൺഅപ്രിഷിയേറ്റഡ് ബ്യൂട്ടി ഹിഡൻ അണ്ടർ സിനിസിസം. അപ്പോൾ സിനിസിസ്റ്റിന് അണ്ടറിലുള്ള ഒരു അൺഅപ്രിഷിയേറ്റഡ് ബ്യൂട്ടിയും അതേപോലെ തന്നെ ഒരു കണക്ഷൻ മിസ്ഡായി പോയ ഒരവസ്ഥയും ഒക്കെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചാപ്റ്റർ ദ സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന വിൻസെന്റ് വാൻ ഗോഗിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ഇന്നൊരു പെയിൻറ്റിംഗ് ആണ് അല്ലേ. പെയിൻറ്റഡ് ജൂൺ 1889 ബൈ വാൻ ഗോഗ് അറ്റ് സെയിൻ. ഇത് വേറെ ഒരു സിലബസിൽ കൂടി ഉണ്ട് കേട്ടോ, ഈ സെയിം പെയിൻറ്റിങ്, ആളുടെ വേറെ പെയിൻറ്റിങ് വരുന്നുണ്ട്. വാൻ ഗോഗ് അറ്റ് സെയിൻറ്റ് പോൾ ഡി മൊസോൾ അസൈലം ഫ്രം മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. അസൈലത്തിൽ ഇരുന്നുകൊണ്ടാണ് ആളത് പെയിൻറ്റ് ചെയ്യുന്നത്. സ്വേളിംഗ് നൈറ്റ് സ്കൈ വിത്ത് 11 സ്റ്റാർസ് ആൻഡ് ക്രസൻറ്റ് മൂൺ ഇൻ ബ്രൈറ്റ് യെല്ലോ ഓൺ ഡീപ് ബ്ലൂ. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, അത് എന്തൊക്കെയാണ് അതിനകത്തുള്ള പിക്ചേഴ്സ് എന്നാണ് പറയണത്. ഇത് മലയാളം പറയേണ്ട കാര്യമൊന്നുമില്ല. ലാർജ് dark cypress in front links earth and sky. ആ ട്രീയുടെ കേസാണ് പറയുന്നത്. കാം വില്ലേജ് വിത്ത് ചർച്ച് ടവർ സെറ്റ്സ് ബിലോ. യൂസസ് തിക്ക് ഇംപാസ്റ്റോ ബ്രഷ് സ്ട്രോക്സ് ഫോർ ടെക്സ്ചർ ആൻഡ് മൂവ്മെന്റ്. കളേഴ്സ് ആർ ഇമോഷണൽ നോട്ട് റിയലിസ്റ്റിക്. ബ്ലൂസ് ആൻഡ് ഗ്രീൻസ് വേഴ്സസ് യെല്ലോസ് ആൻഡ് ഓറഞ്ചസ്. കോൺട്രാസ്റ്റ് chaotic energetic sky with orderly peaceful village. Post impressionist work showing inner turmoil, hope and connection to nature. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ 12ാമത്തെ ചാപ്റ്റർ April 15th and 16th 1802 ജേണൽസ് ഓഫ് ഡൊറോത്തി വേർഡ്സ്വർത്ത് എന്ന ചാപ്റ്ററാണ്. ഡൊറോത്തി വേർഡ്സ്വർത്തിൻ്റെ ജേണലത്തെ 2 ദിവസത്തെ ജേണലാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. April 15 എന്താ സംഭവിച്ചത്? സ്റ്റോമി വോക്ക് ആയിരുന്നു അവരുടെ സഹോദരൻ വില്യം വേർഡ്സ്വർത്തിൻ്റെ കൂടെ. ഫ്രം യൂസമേ ടു വോക്ക് മില്ലക്ക് ഡിസ്ക്രൈബ്സ്. അതൊരു റഫ് ലേക്ക് അവിടെ കാണാൻ സാധിക്കും. അത് റഫായിട്ടുള്ള സിറ്റുവേഷൻ, ഒരു കാലാവസ്ഥയായിരുന്നു അന്ന് അല്ലേ. ഒരു ലേക്ക്, വിൻഡ്, അതേപോലെ ബ്രൈറ്റ് ഹോത്തോൺസ് ആൻഡ് ബേർച്ചസ് ഒക്കെ കാണാം. ഫൈൻഡ്സ് എ ലോങ് ബെൽറ്റ് ഓഫ് ഡാഫോഡിൽസ് ടോസിങ് ആൻഡ് റീലിംഗ് ആൻഡ് ഡാൻസിങ് ദാറ്റ് ലേറ്റർ ഇൻസ്പയർഡ് വില്യംസ് ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്. അപ്പോൾ പോകുന്ന സമയത്ത് ആ ഒരു ലോങ് ബെൽറ്റ് പോലെ ഒന്നിച്ചിങ്ങനെ നിൽക്കുന്ന ഡാഫോഡിൽസിനെ കാണാം. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് വേർഡ്സ്വർത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം എഴുതിയത്. അതേപോലെ April 16 ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. വളരെ കാമായിട്ടുള്ള ഒരു സണ്ണി, ഫസ്റ്റത്തെ ദിവസം കുറച്ച്
സ്റ്റോമി ആയിരുന്നു. പക്ഷേ ഇതെന്താണ്, കുറച്ച് കാമായിട്ടുള്ള സണ്ണി മോർണിംഗ് ആണ്. അവിടുത്തെ ലേക്കൊക്കെ അപ്പോഴേക്കും ക്വയറ്റ് ആയിട്ടുണ്ട്, ചിയർഫുൾ ഹിൽസ് ആണ്. അതേപോലെ തന്നെ എന്താണ്, അവിടുത്തെ ഫിഷർമെന്നെ നോട്ട് ചെയ്യുന്നുണ്ട്, ബേർഡ് സോങ് ഉണ്ട്, വൈബ്രൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, വാക്ക് ടു ബ്രദേഴ്സ് വാട്ട് എവർ വില്യം റൈറ്റ്സ്. പിന്നെ അവരുടെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. റിച്ച് ആയിട്ടുള്ള സെൻസറി ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നുണ്ട്. ബ്ലെൻഡ്സ് ഹ്യൂമൻ ലൈഫ് വിത്ത് നേച്ചർ, ഷോസ് ഹെർ സ്കിൽ അറ്റ് ഫൈൻഡിങ് ബ്യൂട്ടി ആൻഡ് മീനിങ് ഇൻ ഓർഡിനറി മൊമെന്റ്സ്. സാധാരണ നിമിഷങ്ങളിൽ പോലും ഭംഗിയും സൗന്ദര്യവും കണ്ടെത്താൻ സാധിക്കുന്ന അവരുടെ ഒരു കഴിവ് നമുക്ക് ഇവിടെയും കാണാം. അടുത്ത ചാപ്റ്റർ കോൺജറേഴ്സ് റിവെഞ്ച് എന്ന് പറയുന്ന ഒരു രസമുള്ള ഒരു കുഞ്ഞു കഥയാണ്. എ കോൺജറർ പെർഫോംസ് ട്രിക്സ് ബട്ട് എ ക്വിക്ക് മാൻ കീപ്സ് വിസ്പറിംഗ് ഹി ഹാഡ് ഇറ്റ് അപ്പ് ഹിസ് സ്ലീവ്. അപ്പോൾ ഒരു കോൺജറർ എന്താണ്, പെർഫോം ചെയ്യുന്നത് ട്രിക്കുകളാണ് അല്ലേ. പക്ഷേ ആ ഒരു ക്വിക്ക് മാൻ എന്താ ചെയ്യുന്നത്, ആ ഒരു ക്വിക്ക് മാൻ എന്ന് പറയുന്ന കഥാപാത്രം വന്നിട്ട് എല്ലാ ട്രിക്കുകളും പൊളിക്കുകയാണ് ചെയ്യുന്നത്. ദ ഹെക്ലർ റൂയിൻസ് ഈച്ച് ട്രിക്ക് ആൻഡ് ടേൺസ് ദ ഓഡിയൻസ് സ്കെപ്റ്റിക്കൽ. അപ്പോൾ ഹെക്ലർ വന്നിട്ട് എല്ലാ തരത്തിലുള്ള ട്രിക്കുകളും നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയൻസിന് തന്നെ പിന്നെ സംശയം തോന്നുന്നുണ്ട്, ഇയാളുടെ മാജിക് ഒക്കെ വെറുതെ ആണോ എന്നൊരു ചിന്ത തോന്നിച്ച പരിപാടി കൊളാക്കാനാണ് നോക്കണം. ഫോർ റിവെഞ്ച് ദ കോൺജറർ ബോറോസ് ദ മാൻസ് വാച്ച് ഹാറ്റ്, ഹാൻഡ്കർച്ചീഫ്, കോള, സ്പെക്ടക്കിൾസ് ആൻഡ് ഡിസ്ട്രോയ്സ് ദം ഓൺ സ്റ്റേജ് വിത്ത് പെർമിഷൻ. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺജറർ എന്ത് ചെയ്യാണ്, അയാളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അയാളുടെ പെർമിഷനോട് കൂടെ, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ പറഞ്ഞതാണ്, അയാളുടെ പെർമിഷനോട് കൂടെ തന്നെ അതൊക്കെ നശിപ്പിക്കുകയാണ്. ദ ക്വിക്ക് മാൻ ഇസ് ബാഫിൾഡ് ആൻഡ് അഡ്മിറ്റ്സ് ഹി കാൺ എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പോഴേക്കും ക്വിക്ക് മാൻ എന്ത് ചെയ്യാണ്, ആകെ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അതായത് ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമല്ലോ എന്നതാണ് അതിൻ്റെ സംഭവം. പക്ഷേ അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോറി ആൻഡ് ഷോയിങ് സം ട്രിക്സ് ആർ ഇൻ അപ്പ് സ്ലീവ്, മോക്കിംഗ് സ്മഗ് നോ ഇറ്റ് ഓൾസോ. അപ്പോൾ എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ അത് എല്ലായ്പ്പോഴും ചിലപ്പോൾ നടന്നോളണമെന്നില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചാപ്റ്റർ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. മിസ്റ്റർ ഗുപ്ത മീറ്റ്സ് പുവർ ലണ്ടൻ ഗേൾ മാഗി, ഹർ ബ്രദർ ഫ്രാങ്ക് സോൾജർ ഇൻ ഇന്ത്യ. മാഗിയുടെയും എന്താ പറയുക, മാഗി നമ്മുടെ മിസ്റ്റർ ഗുപ്തയുമായിട്ട് മീറ്റ് ചെയ്യുന്നു. അവളുടെ ബ്രദർ ഇന്ത്യയിലെ സോൾജറാണ്. ഹി ബിഫ്രണ്ട്സ് മാഗി ആൻഡ് ഹെർ സിക്ക് മദർ, ലൈസ് അബൌട്ട് സീയിങ് ഫ്രാങ്ക് അലൈവ് ഇൻ ക്രിസ്റ്റൽ ടു കംഫർട്ട് ദം. അപ്പോൾ ആ ഒരു മാഗിയുടെ വയ്യാത്ത അമ്മയുമായിട്ടൊക്കെ സുഹൃത്തുക്കളാകുന്നുണ്ട് അവർ. അപ്പോൾ ആ സമയത്താണ്, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് അവരുടെ ക്രിസ്റ്റൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മകനെക്കുറിച്ച് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നോക്കിയിട്ട് നുണ പറയുകയാണ്, മകൻ ഓക്കെ ആണ് എന്നുള്ളത്. ഫ്രാങ്ക് ഡൈസ് ഇൻ ബാറ്റിൽ, മിസ്റ്റർ ഗുപ്ത ഫീൽസ് ഗിൽറ്റി ഫോർ ദ അല്ലേ. പക്ഷെ പിന്നീട് അറിയുന്നത് അദ്ദേഹം മകന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മകൻ അവിടെ ബാറ്റിൽ ഫീൽഡിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നുണയെ ഓർത്തിട്ട് അയാൾക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. ബിഫോർ ഹി റിട്ടേൺസ് ടു ഇന്ത്യ, മാഗി ഗിവ്സ് മണി ഫോർ ഫ്ലവേഴ്സ് ഓൺ ഫ്രാങ്ക്സ് ഗ്രേവ്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ മാഗി ഇദ്ദേഹത്തെ തിരഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് സഹോദരൻ്റെ കല്ലറയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ വാങ്ങാൻ കുറച്ച് പൈസയും കൊടുക്കുകയാണ്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഇസ് ഹർ ലവ് ആൻഡ് സാക്രിഫൈസ് ഷോയിങ് കമ്പാഷൻ ഓവർ ട്രൂത്ത്. അപ്പോൾ ആ ഒരു പൂക്കളുടെ വില, അവൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് വെറും ആ ഒരു കുറച്ച് കോയിൻസോ നാണയങ്ങളല്ല, മറിച്ച് അവളുടെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവളുടെ എന്താ പറയുക സഹാനുഭൂതിയുടെയും ഒക്കെ ഒരു എന്താ പറയുക പ്രതിബിംബമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിലെ സിഗ്നിഫിക്കൻസ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എന്താണ്, ആ ഒരു പൂവിൻ്റെ മൂല്യം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന രീതിക്ക് വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. അടുത്ത് ഹൗ കേരള സർവൈവ്ഡ് ദ ഫ്ലഡ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ കേരള മെഗാ ഫ്ലഡ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം വന്നിട്ടുള്ള 2019 2018 കേരള ഫ്ലഡുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കോസസ് ആയിട്ട് വരുന്നത് നമുക്കറിയാം. വനനശീകരണം, ഡീഫോറസ്റ്റേഷനും, സാൻഡ് മൈനിങ്ങും, ക്വാറികളുടെ പ്രവർത്തനവും, നഗരവൽക്കരണം, അർബനൈസേഷൻ, പാടങ്ങളൊക്കെ മാറ്റിയിട്ട് നഗരങ്ങൾ എന്താ പറയുക കെട്ടിടങ്ങളൊക്കെ പടുത്തുയർത്തിയത്, ക്ലൈമറ്റിൽ വന്ന ചേഞ്ച്, അതേപോലെ ഡാം തുറന്നത്, ഇതൊക്കെയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പഠിച്ചു വെക്കണേ. ഹൈലൈറ്റ്സ് ഫിഷർമെൻ ഹൂ സേവ്ഡ് അറൌണ്ട് 65,000 ലൈഫ്സ്. 65,000 ആളുകളുടെ ജീവൻ രക്ഷിച്ച ഫിഷർമെനെയാണ് അവരവിടെ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താ നോട്ട്സ് ഇഗ്നോർഡ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വാർണിംഗ്സ് ആൻഡ് ഡാമേജ് ഇൻ കേരള ആൻഡ് കൊടക്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലും കൊടക് ഭാഗത്തൊക്കെ ആയിട്ട് ഇത്തരത്തിൽ കാര്യമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്തു. അതിൻ്റെ ഫലം കൂടിയാണത്. യൂസേഴ്സ് ചേക്കുട്ടി ഡോൾ ടു സിംബിളൈസ് കേരളാസ് റെസീലിയൻസ് ആൻഡ് റീബിൽഡിങ്. കേരളത്തിൻ്റെ റെസീലിയൻസ്, റീബിൽഡിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സ്നേക്ക് എന്ന D.H. ലോറൻസിൻ്റെ ചാപ്റ്ററാണ്. അവിടെ എന്താണ്, സ്പീക്കർ ഫൈൻസ് എ സ്നേക്ക് ഡ്രിങ്കിങ് അറ്റ് ട്രവ് ഓൺ എ ഹോട്ട് ഡേ ആൻഡ് വെയിറ്റ്സ്. അപ്പോൾ ഒരു ദിവസം ഒരു ചൂടുള്ള സമയത്ത് നമ്മുടെ പോയറ്റിൻ്റെ ട്രഫിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സ്നേക്ക് വന്ന് വെള്ളം കുടിക്കുന്നതായിട്ട് കാണണം. അപ്പോൾ ആളോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നർ വോയ്സ് സേ കിൽ ഇറ്റ് ബട്ട് ഹി ഫീൽസ് ഹോണേർഡ് ബൈ ഇറ്റ്സ് ക്വയറ്റ് ഗോഡ് ലൈക്ക് പ്രസൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത അയാളോട് അതിനെ കൊന്നുകളയാൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രസൻസ്, ഒരു ദൈവതുല്യമായ ഒരു പ്രസൻസ് കാണുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ആസ് എ സ്നേക്ക് ലീവ്സ് ഫിയർ മേക്സ് ഹിം ത്രോ എ ലോഗ് അറ്റ് ഇറ്റ്. അങ്ങനെ ആ സ്നേക്ക് അവിടെ നിന്ന് പോയി പകുതിയോളം ആ പൊത്തിനകത്ത് കയറിയപ്പോഴേക്കും ഇയാളുടെ ആ ഒരു തോന്നൽ
തോന്നലുണ്ട് ഇയാൾ അവിടെ നിന്ന് മരക്കഷ്ണം എടുത്തിട്ട് ആ സ്നേക്കിനെ എറിയാണ്. പക്ഷെ അതിന് മേത്ത് കൊള്ളുന്നുണ്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല, കാര്യമായ പ്രശ്നം സംഭവിക്കുന്നത്, അത് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. ഹി ഇൻസ്റ്റന്റ്ലി റിഗ്രറ്റ്സ് ദ ആക്ട് ആൻഡ് ഫീൽ ഷെയിം. അയാൾക്കത് എറിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുന്നു, അയ്യോ അത് ചെയ്യണ്ടായിരുന്നു എന്ന രീതിക്ക് ഒരു തോന്നൽ വരികയാണ്. ഹി സീസ് ദ സ്നേക്ക് ആസ് എ കൈൻഡ് ആൻഡ് നോസ് ഹി മസ്റ്റ് അറ്റോൺ ഫോർ ഇറ്റ്സ് പെറ്റിനെസ്. അപ്പോൾ അയ്യോ ഞാൻ ചെയ്ത് ഭയങ്കര തെറ്റായി പോയി, അപ്പോൾ അതിനുള്ള ശിക്ഷ ഞാൻ എന്തായാലും അനുഭവിക്കും എന്നുള്ള രീതിക്ക് ആൾക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം നമുക്ക് അവിടെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന നമ്മുടെ ചാപ്റ്ററുകൾ. അപ്പോൾ ഓതറിനെ പഠിക്കുക, എല്ലാവരും ക്യാരക്ടേഴ്സ് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക, ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് പറയണം കേട്ടോ. താങ്ക് യു.